ആദ്യമേ തന്നെ മാതാവിനും തിരുക്കുമാരനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് നിഷ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. 3 വർഷത്തിൻ്റെ ഇടയിൽ 2 വട്ടം എനിക്ക് അബോർഷനായി. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് കട്ട പിടിക്കുന്നതുകൊണ്ടാണ് അബോർഷനായി പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് അന്ന് മുതൽ തന്നെ ഞാൻ അടിവയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഗുജറാത്തിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മാമ്മ മേടിച്ചിട്ട് 41 ചടങ്ങ് നടത്താനായിട്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ആരോഗ്യത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഫാമിലിയൊന്നും പോവില്ല. അപ്പോൾ മാതാവ് അതിനൊരു അവസരം വരുത്താണ്ട് 2 ആഗ്രഹം പൂർത്തീകരിച്ചു തന്നു. ഞങ്ങൾ ഡിസംബറിൽ ഗുജറാത്തിക്ക് പോയി. ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ആരോഗ്യത്തോടെ പോയി സന്തോഷമായിട്ട് വരാൻ കഴിഞ്ഞു. ജനുവരിയിലാണ് തിരിച്ചു വന്നത്. ജനുവരി 26-ാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. അതിനുശേഷം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ 9-ാം മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് വേണ്ടി അമ്മ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ കുഞ്ഞിനെ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ചിരുന്നു. അമ്മയ്ക്ക് മാതാവിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ നോർമലായിട്ട് എടുക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കുകയും ഡിസംബർ 22 എന്നുള്ള ഡേറ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബറിൽ 22-ാം തീയതി നോർമലായിട്ട് ഒരു ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടി. ഞാൻ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ കാശ് രൂപമൊന്നും കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരൊക്കെ. അത് നഴ്സുമാരുടെ ഒന്ന് ശ്രദ്ധ തെറ്റിയപ്പോൾ ഞാനത് ടവലിൽ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ലേബർ റൂമിൽ ഞാൻ ഉപ്പ് ബെഡിൻ്റെ അടിയിൽ വിതറി. വേദന സഹിക്കാമെന്ന് പറഞ്ഞെനിക്ക് നല്ല പേടിയാണ്. ഇഞ്ചക്ഷനൊക്കെ നല്ല പേടി. ഞാൻ കുത്താനൊന്നും ഇരുന്ന് കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ആൾ ഇഞ്ചക്ഷൻ കുത്താനും ഒരു പേടിയില്ലാണ്ടായി. വേദന സഹിക്കാൻ എനിക്ക് വലിയ വേദന എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തൊരു വേദന പോലെ എനിക്ക് തോന്നിയത്. കാരണം മാതാവ് 22-ാം തീയതി എന്നുള്ള ഡേറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആ റൂമിൽ ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞായിരുന്നു. അമ്മേനെ വിളിക്കണേക്കാൾ ഭേദം ഞാൻ മാതാവേ വേഗം വരണേ, എൻ്റെ അടുത്ത് വരണേ, വേഗം ഒരു കുഞ്ഞിനെ നൽകി എൻ്റെ വേദനയൊക്കെ മാറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഡോക്ടർമാർ അതൊക്കെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ ബെഡ് മാറ്റണേൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊന്ത പോയി. അപ്പോൾ കൊന്ത പോയപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എൻ്റെ കൊന്ത പോയി, കാശ് രൂപം പോയി, അതെനിക്ക് എടുത്ത് തരണം എന്നാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നീ എവിടെ കിടക്ക്, നീ ഇത്ര നേരം വിളിച്ച് അപേക്ഷിച്ച മാതാവിനോട് നീ പ്രാർത്ഥിച്ചാൽ മതി, പോകുമ്പോൾ കൊന്തയും കാശ് രൂപമൊക്കെ എടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും ഡോക്ടർ ഈ കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ എനിക്ക് കൊന്തയും കാശ് രൂപമൊക്കെ കയ്യിൽ പിടിപ്പിച്ചു തന്നു. അങ്ങനെ നോർമലായിട്ട് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടി. ഇവൾക്ക് കൃപാമരിയ എന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ സാമ്പത്തികമായിട്ട് പറ്റണ പോലൊക്കെ എല്ലാവരെയും സഹായിച്ചിരുന്നു. ഫുഡ് മേടിച്ച് കൊടുക്കും, അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കുടുംബ പ്രാർത്ഥന അധികമൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാണ്ട് എത്തിക്കാൻ തുടങ്ങി. ബൈബിൾ വായന അതുപോലെ തുടങ്ങി. എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ചു. അങ്ങനെ ഇനി എൻ്റെ അമ്മയ്ക്ക് പറയാനുണ്ട്. ആദ്യം തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും മാതാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഞ്ചക്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാക്കും. അവൾ ഇഞ്ചക്ഷൻ കുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവൾ എങ്ങനെയാണ് പ്രസവിക്കുക. 2 പ്രാവശ്യം അബോർഷനായപ്പോഴും അവൾ ആസ്പത്രിയിലൊക്കെ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവളുടെ പ്രസവം എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് അത്രയും ടെൻഷനിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം മാതാവിൻ്റെ കയ്യിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് എനിക്ക് കാണിച്ചു തരും. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് നോർമൽ പ്രസവം തന്നെ നൽകണമെന്ന്. അപ്പോൾ മാതാവ്
പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ആ നോർമലായിട്ട് കുഞ്ഞിനെ എടുക്കുന്ന ഭാഗം എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അതുപോലെ 22-ാം തീയതി ഉള്ള ഒരു ഡേറ്റും തന്നിരുന്നു. അങ്ങനെ ഇവളെ അഡ്മിറ്റാക്കിയതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞിരുന്നു 21-ാം തീയതി ലാബ് റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പം എനിക്ക് 22-ാം തീയതി എന്നുള്ള ഡേറ്റ് തന്നിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം 21-ാം തീയതി അവൾക്ക് ചുമ വന്ന് അന്ന് ലാബ് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് മാറും ചെയ്തു. ഇപ്പോൾ 22-ാം തീയതി തന്നെ മകളുടെ പ്രസവം നോർമൽ പ്രസവം നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകളുടെ കുഞ്ഞിനെ രാത്രി പഠിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വാശിയായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ദിവസവും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെ നെറ്റിയിലും തൈലം പൂശി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ മകളുടെ വാശിയൊക്കെ നന്നായി മാറി. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നന്നായി പഠിക്കുന്നുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മാതാവിന് നന്ദി.